ആ വരട്ടെ, അത് വേറെ പ്രകരണത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. പാരമാർത്ഥിക സന്യാസത്തിലേക്ക് ഒരിക്കലും ഗൃഹസ്ഥൻ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് വരില്ലേ എന്നാണ് ചോദ്യം. അത് നമ്മൾ ചർച്ച ചെയ്യും. ഇവിടെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ ചർച്ച ചെയ്യും. ഈ അധ്യായത്തിൽ തന്നെ ചർച്ച വരുന്നുണ്ട്. പാരമാർത്ഥിക സന്യാസം എന്നുള്ളത് ആശ്രമാധീനമല്ല. ഒരാൾ ബ്രഹ്മചാരിയാണെന്നതുകൊണ്ടോ ഗൃഹസ്ഥനാണെന്നതുകൊണ്ടോ വാനപ്രസ്ഥനാണെന്നതുകൊണ്ടോ സന്യാസിയാണെന്നതുകൊണ്ടോ പാരമാർത്ഥിക സന്യാസി ആണെന്നോ അല്ലെന്നോ അർത്ഥമില്ല. അത് പറ്റില്ല. ഒരാൾ സന്യസിച്ചു എന്നുള്ളത് കൊണ്ട്, കാഷായം എടുത്തു, പേര് മാറ്റി, മൊട്ട പഠിച്ചു എന്നുള്ളതുകൊണ്ട് അയാൾ പാരമാർത്ഥിക സന്യാസി ആണെന്ന് അർത്ഥമില്ല. ഒരാൾ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പാരമാർത്ഥിക സന്യാസി ആണെന്നോ അല്ലെന്നോ അർത്ഥമില്ല.